ഡിവൈഎഫ്ഐ എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? പറ. ആറന്മുളയിലെ UDF-LDF സ്ഥാനാർത്ഥികൾ ഇന്ന് നേർക്കുനേർ മുഖാമുഖം പരിപാടിയിൽ വയനാടിനായി പിരിച്ച തുകയുടെ കണക്കുണ്ടോ, വീട് എന്ന് വരും, ഉത്തരം മുട്ടി UDF സ്ഥാനാർത്ഥി എന്ന വാർത്ത വന്നത് ദേശാഭിമാനിയിൽ. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നത്? മുഖാമുഖം പരിപാടിയിൽ UDF സ്ഥാനാർത്ഥി അഭിൻ വർഗീസ് സംസാരിക്കുന്നു. ഡിവൈഎഫ്ഐ എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? പറ. എവിടെ പിരിച്ച ഫണ്ട്? എവിടെ? അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്കെവിടെ? വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് എന്താ? 30 വീടുകൾ കൊടുക്കുമെന്നാണ്. യൂത്ത് കോൺഗ്രസിന്റെ കാര്യമാണല്ലോ ചോദിച്ചത്. അല്ല, ഞാൻ പറയാം. താങ്കൾ പറഞ്ഞ 2 കാര്യത്തിലായിട്ടാണ് ഞാൻ വരുന്നത്. ഇനി ഞാൻ എൻ്റെ ക്ലെയിം പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞത് 30 വീടുകൾ വെക്കുമെന്നാണ്. KPCCയുടെ 100 വീട്, അതായത് രാഹുൽ ഗാന്ധി ഓഫർ ചെയ്ത 100 വീട്. ആകെ അവിടെ 412 ബെനിഫിഷ്യറീസേ ഉള്ളൂ. ആ 412 ബെനിഫിഷ്യറീസിൽ 100 വീടുകൾ ഞങ്ങൾ പണിയുന്നുണ്ട്, 100 വീടുകൾ മുസ്ലിം ലീഗ് പണിയുന്നുണ്ട്. ബാക്കിയുള്ള 212 250 ബെനിഫിഷ്യറീസിനെ ബാക്കി വീട് ആവശ്യമുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഇനി നിൽക്കട്ടെ, ഞങ്ങൾ 30 വീടുകൾ പണിയുമെന്ന് പറഞ്ഞു. ആ 30 വീടുകളുടെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാലതാമസമുണ്ടായി. അതിൻ്റെ കാരണം ഭൂമി ലഭ്യമാകേണ്ടതിനുള്ള കാലതാമസമാണ് ഉണ്ടായത്. ഞങ്ങൾ തറക്കല്ലിട്ടു, ശ്രീ രാഹുൽ ഗാന്ധി തറക്കല്ലിട്ട് അതിൻ്റെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് വരുന്ന മുറയ്ക്ക് പൂർത്തീകരിക്കും. ഇനി ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. താങ്കളുടെ 3ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം അങ്ങ് പറഞ്ഞതാ. ഞാൻ ചോദിച്ച 2 കാര്യങ്ങൾ ഇപ്പോഴും പറയും. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. പറ. 300 കോടി രൂപയുടെ വർക്ക്, 299 കോടി രൂപയുടെ വർക്ക് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? പറ, ഉത്തരം പറ. ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? അപ്പൊ ആ കാര്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി 2 ഞാൻ പറയാം. ഓരോന്നായിട്ടും പറയാം. എനിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. ഞാൻ പറയുന്നതിൽ എനിക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഇനി 2ാമത്തെ കാര്യം, 20 ലക്ഷം രൂപയുടെ 23 ലക്ഷം രൂപയാണ് ആ വീടിന് അവർ കണക്കാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വീട് പൂർത്തീകരിക്കാൻ ഒരു 13 ലക്ഷം രൂപയോ 14 ലക്ഷം രൂപയോ മതി. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ വർക്കുകൾ ചെയ്യുമ്പോൾ ഇതിന്റെ എസ്റ്റിമേറ്റ് പോലും എടുക്കുന്നത് പല ഊരാളുകളുടെ ഉദ്യോഗസ്ഥരാണ്. ഈ 23 ലക്ഷം രൂപയുടെ വീട് 13 ലക്ഷം രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. കാരണം അതിന്റെ എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അവിടെ ഈ ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് വീടുകളുടെ പ്രത്യേകത എന്താണ്? അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെന്ന്. 2, അതിന്റെ പൈലിങ്ങുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷനാണ് 2. ഈ 2 കാര്യങ്ങളിലും വളരെ ചീപ്പ് കോസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയാണ് താൻ. പ്രാട്ര ബോണ്ട്, ഫില്ലർ സ്റ്റാബ്, ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജികളുണ്ട്. ഇത് വെച്ച് 13 ലക്ഷം രൂപയ്ക്ക് ആ കെട്ടിടം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിപ്പോഴും നിലനിൽക്കുകയാണ്. 2, 299 കോടി രൂപയുടെ വർക്ക്. ഈ വർക്കിൽ 150 കോടി രൂപയ്ക്ക് മുകളിൽ എന്താണ് അവിടെ വർക്ക് നടക്കുന്നത്? ഇപ്പം 20 ലക്ഷം രൂപ. ഞാൻ വീണ്ടും പറയും, താങ്കൾ ചോദിച്ചു നന്നായി. 20 ലക്ഷം രൂപയുടെ വീട് ഒന്ന്. ആ 20 ലക്ഷം രൂപയുടെ എത്ര വീടാണ് പണിതത്? 400 വീടല്ലേ പണിതത്? ഇപ്പം എത്ര കോടിയായി? 80 കോടി. ബാക്കി 300 കോടിയിൽ എന്താണ് അവിടെ പണിത്? ഒന്ന് പറഞ്ഞാൽ മതി. അല്ല, അത് പറയാം. അത് 2ാമത്തെ ചോദ്യമാണ്. എൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയട്ടെ. അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ പറയും. അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ കൃത്യമായി ചോദിക്കുക. എനിക്കറിയാം. 300 കോടി രൂപയുടെ വർക്കിൽ ഈ 400 വീടിന്റെ 80 കോടി രൂപയ്ക്ക് അപ്പുറം എന്താണ് പണിതത്? പറഞ്ഞു. അല്ല, ഞാൻ പറയാ. അപ്പൊ അതിന് ഉത്തരവില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പൊ എന്റെ അവ്യക്തത, എന്റെ ഉത്തരത്തിലെ അവ്യക്തത, അതായത് സർക്കാർ 300 കോടി രൂപയുടെ ഊരാളുങ്കലിന് കൊടുത്ത വർക്കിൽ ഈ പറയുന്ന തുകയുടെ അവ്യക്തതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളെപ്പോലെ പരിണിത പ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകന് അവ്യക്തതയുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഒക്കെ അവ്യക്തതയുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ 1ാമത്തെ ഉത്തരം കഴിഞ്ഞു. ഇനി 2. ഇനി അടുത്ത ചോദ്യം, ഡിവൈഎഫ്ഐ എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? പറ. അല്ല, പറ. എന്നാ കൈമാറി? അല്ല, എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. എന്നാ കൈമാറിയത്? പറഞ്ഞു. തീയതി ഏത് മാസമായിരുന്നു? ഓർക്കുന്നില്ലേ? അല്ല, അതങ്ങനെ പോവല്ലേ. പറ. ഏത് മാസമാണ് കൈമാറിയത്? ഡേറ്റ് എന്നാ ഞാൻ പറയാം. ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിന്റെ 2025 ഏപ്രിൽ മാസത്തിന്റെ 23 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 20 കോടി രൂപയുടെ ചെക്ക് അല്ലേ കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി.
ഒരു ചെക്ക് കൈമാറുന്നത് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് 20 കോടി രൂപ കൈമാറണമല്ലോ. എന്നിട്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് തുക കൈമാറുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താ? 20 കോടി രൂപ ഇവർ കൈമാറി എന്നുള്ളതല്ലേ. ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തത്തോടു കൂടി ചോദിക്കുന്നു, 20 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ടോ? ആ ദിവസം വന്നിട്ടുണ്ടോ? അല്ലല്ല, ഞാനതാ പറയുന്നേ. അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ശരി, അന്ന് അതിന്റെ ഉത്തരം പറയാം. 2025 ഏപ്രിൽ 23-ന് 20 കോടി രൂപ ഡിവൈഎഫ്ഐ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എന്ന് പറയുന്ന ദിവസം 20 കോടി രൂപ കൈമാറിയിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയുന്നു. 20 കോടി രൂപ കൈമാറി എന്ന് പറയുന്ന ദിവസം കൈമാറിയിട്ടില്ല. എന്നാണ് ഡിവൈഎഫ്ഐ പുറത്തുവിട്ട കണക്ക് പ്രകാരം കൈമാറിയതെന്നറിയാവോ? 2026 ജനുവരി മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 11 മാസം 10 മാസത്തിന് ശേഷമാണ് 15 കോടി രൂപ കൈമാറിയത്. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? അപ്പൊ ഈ 15 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ ഒന്ന് ആലോചിച്ച് 1 കോടി രൂപ മേളിൽ വരില്ല. ആ പൈസ എന്താ ചെയ്തവര്? എന്താ ചെയ്തേ? ഇനി 1, ഇനി 2 മിനിസ്റ്റർ അല്ല, ഇത് അഴിമതിയല്ലേ? 2025 ഏപ്രിൽ മാസത്തിൽ 20 കോടി രൂപ കൈമാറി എന്ന് പറഞ്ഞു. അന്ന് കൈമാറിയിട്ടില്ല. ആ തുക കൈമാറിയത് 2026 ജനുവരി മാസത്തിലാണ്. 10 മാസം ഈ തുക ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്നു. ഈ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്ന് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. ഈ അക്കൗണ്ടിൽ കിടന്ന പൈസ അപ്പൊ കൈമാറി എന്ന് പറഞ്ഞ തുക കൈമാറാതെ 10 മാസം അക്കൗണ്ടിൽ കിടന്നതിന് ആരാണ് ഉത്തരവാദി? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, എന്നാ മിനിസ്റ്ററിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ 10 മാസം ആ പണം എന്തിനാണ് ഡിവൈഎഫ്ഐ അക്കൗണ്ടിൽ ഇട്ടത്? അല്ല, മിനിസ്റ്റർ പറഞ്ഞാൽ മതി. അല്ലല്ല, ഞാൻ പറയുന്നതേ അതെ, അല്ലെ, ഈ UDF സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പക്ഷേ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തവർ ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? ഡിവൈഎഫ്ഐ കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെ പിരിച്ച ഫണ്ട് എവിടെ? അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്ക് എവിടെ? അതിനൊരു കണക്കുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാര്യം ബാക്കി ഡിവൈഎഫ്ഐ പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്താ സമ്മേളനം ഞങ്ങൾ നടത്തിയത്. അഭിലാഷ് ചേട്ടൻ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ആ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 മറ്റാണ് അല്ലെ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പുറത്തേട്ട് പോയതായിട്ടുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിസ്റ്റർ ആ കേട്ടോളൂ. അബലാലയുടെ മിനിസ്റ്ററായി വളരെ ബന്ധമുള്ള ആളാണ്, ഇത് കേട്ടോളൂ. അല്ലെങ്കിൽ ഈ പത്രക്കാരെല്ലാം ബന്ധമുള്ള എല്ലാവരുമായിട്ടും കേട്ടോളൂ. അന്ന് പറഞ്ഞാൽ കണക്ക് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ വന്ന് പരസ്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഓരോ തുകയും എന്ന് പറഞ്ഞാൽ 50 രൂപ മുതൽ 100 രൂപ മുതൽ 500 രൂപ മുതൽ എത്ര രൂപയുടെ കണക്കാണോ ആ അക്കൗണ്ടിന്റെ ഓരോ രൂപയും ഞങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ഒരു കണക്കാണോ ഡിവൈഎഫ്ഐ ഇവിടെ അവതരിപ്പിച്ചത്? ഡിവൈഎഫ്ഐ പറഞ്ഞതെന്താ? ഞങ്ങൾ 20 കോടി രൂപ കൈമാറി. എപ്പോഴാ കൈമാറുന്നത്? 2.5 കോടി രൂപ ഏപ്രിൽ മാസത്തിൽ കൈമാറി, 2.5 കോടി രൂപ മെയ് മാസത്തിൽ കൈമാറി, 15 കോടി രൂപ 2026 ജനുവരി മാസത്തിൽ കൈമാറി. എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിൽ കൈമാറി എന്ന് പറയുന്ന ചെക്ക് വ്യാജമായിരുന്നു എന്ന് ആദ്യം തന്നെ ഡിവൈഎഫ്ഐ സമ്മതിക്കുകയാണ്. പിന്നെ ഞാനിപ്പോ ആ വിഷയം ഇവിടെ ഉന്നയിക്കാനല്ല, അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ചോദിച്ചത്. ഈ വിഷയം ചോദ്യം നിർത്താം, സമയം കഴിയുന്നുണ്ട്. ഇല്ല, ഇതിപ്പം വീടുകൾ പൂർത്തീകരിക്കാന്ന് പറഞ്ഞ സുഹൃത്തെ, ഇത് സർക്കാർ പണിത വീടല്ലേ, CPM പണിത വീടൊന്നും അല്ലല്ലോ. ഈ നാട്ടിലെ സാധാരണ MLA-മാരടക്കമുള്ളവർ കൊടുത്ത പൈസ, ഈ നാട്ടില് പാത്തുമ്മയുടെ ആട് വിറ്റ് കൊടുത്ത പൈസ, ഈ നാട്ടിൽ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ, 750 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് സർക്കാർ പൂർത്തീകരിച്ച വീടല്ലേ. ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ല പറഞ്ഞാൽ CPM പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ലോ. ഞങ്ങൾ പറഞ്ഞ വീട് സമയബന്ധിതമായി പൂർത്തീകരിക്കും. പൂർത്തീകരിക്കുന്നത് കൃത്യമായ മാർഗം.